മനസ്സിലാക്കിക്കോ, നിങ്ങൾ മര്യാദ പഠിച്ചോ. പണി പൂർത്തിയാക്കി എന്ന് പറഞ്ഞ് 178 പേരെ വിളിച്ചുകൂട്ടി ഉള്ള PR മുഴുവൻ നടത്തി മനുഷ്യരുടെ കയ്യിൽ താക്കോല് വെച്ചു കൊടുത്ത് താമസിച്ചോ എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ വിള്ളൽ പരിശോധിക്കാൻ പോകേണ്ടത്. അപ്പോ നമുക്ക് ചർച്ച. ശ്രീ ഷിബു മീരാൻ, ഇവിടെ നിങ്ങളുടെ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തിയ വ്യാജ പ്രചാരണത്തെ ശ്രീ അരുൺകുമാർ വിമർശിക്കുകയുണ്ടായി. അതിനുള്ള മറുപടി: ആയിരങ്ങൾ പങ്കെടുത്ത ഒരു ചടങ്ങിൽ വെച്ച് 51 കുടുംബങ്ങളെ നിരത്തി നിർത്തി അവരുടെ കയ്യിൽ 8 സെന്റ് സ്ഥലത്തിന്റെ ആധാരവും ആ വീടിന്റെ താക്കോലും പാണക്കാട് സെയ്ദ് സാദിഖ് ശിഹാബ് തങ്ങൾ കൊടുത്തതാണ്. ഞാനൊരു തീരുമാനമെടുത്താൽ അതിന് മാറ്റം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാമല്ലോ. 105 വീടുകൾ പൂർത്തീകരിച്ചു എന്നൊരു അവകാശവാദം ഞങ്ങൾ എവിടെയും ഉന്നയിച്ചിട്ടില്ല. 51 വീടുകൾ ഞങ്ങൾ പണി പൂർത്തിയാക്കി താക്കോൽ അവരുടെ കയ്യിൽ കൊടുത്തു. അതിനാവശ്യമായ ഫർണിച്ചർ പോലും സജ്ജീകരിച്ചു. ഏപ്രിൽ മാസം 9-ാം തീയതി നമ്മളൊക്കെ വോട്ടെടുപ്പ് കഴിഞ്ഞു. ഈ വീടുകൾ ഇപ്പൊ ഒരു വയനാട്ടിലെ ടൗൺഷിപ്പിനെ കുറിച്ചൊരു വിമർശനം ഉണ്ടാകുമ്പോൾ അതിന് മറുപടി പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും നമ്മുടെ മുന്നിൽ ഇല്ല. വേണു, ഏപ്രിൽ മാസം 11-ാം തീയതി വോട്ടെടുപ്പിന്റെ പിറ്റേ ദിവസം ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന നേതൃത്വം ആ സൈറ്റിലെത്തിയിട്ടുണ്ട്. മെയ് മാസം അവസാനിക്കുന്നതിന് മുൻപ് ഞങ്ങൾ പറഞ്ഞതുപോലെ രാജന്റെ ടൗൺഷിപ്പിലെ വൈകാരികമായ പ്രസംഗത്തിലെ വാക്കെടുത്താൽ വയനാട്ടിൽ കറുത്ത കാർമേഘം തിന്നി ആദ്യത്തെ മഴത്തുള്ളി പെയ്തു വീഴുന്നതിന് മുൻപ് ആ 54 വീടുകൾ പണി പൂർത്തിയാക്കി അവരെ ഏൽപ്പിക്കുക എന്നുള്ളത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കമ്മിറ്റ്മെന്റ് ആണ്. അരുൺകുമാർ മനസ്സിലാക്കി വെച്ചോ. അവിടെ തീർന്നില്ല ഞങ്ങൾ ചെയ്തത്. ആ ദുരന്തം സംഭവിച്ച മണിക്കൂറുകൾക്കകം 100 കണക്കിന് സന്നദ്ധ പ്രവർത്തകരെ ആ ദുരന്ത ഭൂമിയിലേക്ക് പറഞ്ഞയച്ച പാർട്ടിയായത്. എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാ നിൽക്കുന്നത്? ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ആ ദുരന്ത ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും നിങ്ങൾ ഇടതു സർക്കാർ തയ്യാറാക്കിയ ലിസ്റ്റ് അനുസരിച്ച് 15,000 രൂപ വീതം നൽകിയ രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. തീർന്നില്ല. ഇവിടെ 50,000 രൂപ വീതം ആ പുഞ്ചിരിമട്ടത്തെയും മുണ്ടക്കയിലെയും വ്യാപാരികൾക്ക് അവർക്ക് സ്റ്റോക്ക് എടുക്കാൻ കൊടുത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ്. തീർന്നില്ല. അവിടെ നഷ്ടപ്പെട്ട വാഹനങ്ങൾ, ജീപ്പുകൾ അത് വാങ്ങിക്കൊടുത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അവിടെ രോഗികളുണ്ട്, കിടപ്പ് രോഗികൾ. അവരുടെ പാലിയേറ്റീവ് കെയറിന് വേണ്ടി ഇപ്പോഴും അവരുടെ വീടുകളിലേക്ക് പ്രവർത്തകരെ പറഞ്ഞയക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഞങ്ങളോട് മനസ്സിലാക്കിക്കോ, നിങ്ങൾ ഈ കുഞ്ഞൂട്ടം വിചാരിച്ച അതല്ല, അതിനപ്പുറം നടക്കും. മര്യാദ പഠിച്ചോ. ഞങ്ങളോട് ഞങ്ങളുടെ വീടിന്റെ താക്കോൽ ദാനത്തിന്റെ അന്ന് ഞങ്ങളുടെ നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് സർക്കാർ പദ്ധതിയെ പറ്റി ചോദിക്കുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത് അത് നടക്കട്ടെ എന്നാണ്, ഇവർക്ക് വീടുകൾ കിട്ടട്ടെ എന്നാണ്. മാനം പോകുന്നതിന് മുമ്പ് സ്ഥലം ബുദ്ധി. അടുത്ത ബസ് എപ്പോഴാണ് പറഞ്ഞത്? ഇത്തരം ഈ കൊതിക്കറിവുണ്ടല്ലോ, നിങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ 4 ഘട്ടങ്ങളിലായി ഞങ്ങൾ പരിശോധിക്കുമെന്ന്. ഇതൊക്കെ നിർമ്മാണ ഘട്ടത്തിലാണ് അരുൺകുമാറെ. നിങ്ങൾ പണി പൂർത്തിയാക്കി എന്ന് പറഞ്ഞ് 178 പേരെ വിളിച്ചുകൂട്ടി ഉള്ള PR മുഴുവൻ നടത്തി മനുഷ്യരുടെ കയ്യിൽ താക്കോല് വെച്ചു കൊടുത്ത് താമസിച്ചോ എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ വിള്ളൽ പരിശോധിക്കാൻ പോകേണ്ടത്. ഇത്ര മര്യാദകേട് നിങ്ങൾക്ക് ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ പറയാൻ പറ്റുമോ? പറയാൻ കുറെ കാര്യം വേണു. ഞാനൊരു വീഡിയോ അയക്കാം. എനിക്കിപ്പോ ഈ ഫോൺ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഒരു തറയുടെ മുന്നിൽ സീനത്ത് എന്നൊരു സ്ത്രീ നിൽക്കുന്ന വീഡിയോ ആണത്. വേണു, ആ സ്ത്രീ അവിടെ അവർക്ക് ആകെയുള്ളത് മുണ്ടക്കൈയിലെ ആ തറ മാത്രമാണ്. അവിടെ ദുരന്തം ഉണ്ടായി, ഇനി അവിടെ മനുഷ്യർക്ക് താമസിക്കാൻ കഴിയില്ല. ആ സ്ത്രീ വേണുവിനറിയാം. ഈ സീനത്ത് എന്ന് പറയുന്ന സ്ത്രീ ഇവരുടെ ഈ പട്ടിക ഉണ്ടല്ലോ, ഈ ദുരിതാശ്വാസത്തിന്റെ ഗുണഭോക്തൃ പട്ടിക, അതിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ മതി നിന്റെ ചായ കുടി. അഹങ്കാരി എന്താ നീയൊക്കെ? ആ പഞ്ചായത്തിന്, അവിടുത്തെ അമ്പല കമ്മിറ്റി, അവിടുത്തെ പള്ളി കമ്മിറ്റി, അവിടുത്തെ ക്ഷേത്ര കമ്മിറ്റി എല്ലാവരെയും കൂട്ടിയിരുത്തിയാൽ 3 മണിക്കൂർ കൊണ്ട് ഇവർക്ക് ആ പട്ടിക തരാം. ഇവരത് ചെയ്തില്ല. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഇവർ റവന്യൂ വകുപ്പ് ഇവിടുന്ന് ചെല്ലാണ്, ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് പട്ടിക. അതിന് കുറെ പേര് അതിന്റെ പുറത്താണ്. നിർമ്മാണത്തിലിരിക്കുന്ന ഒരു വീടിന് വിള്ളൽ വന്നു. അപ്പൊ എന്താ പറയുന്നത്? ഒരു വീടിന്റെ മേൽക്കൂരയിൽ വെള്ളം കെട്ടി നിർത്തുന്നു. വേണോ മനസ്സിലാക്കിക്കോ. നമുക്കൊന്നും വലിയ എഞ്ചിനീയറിംഗ് ബുദ്ധി ഇല്ലെങ്കിലും സാമാന്യ ലോജിക് ഉണ്ടല്ലോ. ആ വെള്ളം കിനിഞ്ഞിറങ്ങി അതിന്റെ താഴേക്ക് വരുന്നു. ഇതിന്റെ പേരാണ് ചോർച്ച. അങ്ങനെ സംഭവിക്കുന്നത് വിള്ളലുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ആ വെള്ളം താഴേക്ക് വരില്ല, അത് മുകളിൽ കെട്ടിക്കിടക്കും. എന്നിട്ട് അതിന്റെ ഇതിൽ കൂടി അങ്ങ് ഒഴുകിപ്പോകും. ഇത് കേരളത്തിലെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് വീട്ടുകളിലുള്ള ഒരു സ്വാഭാവിക പ്രോസസ്സാണ്. ഇതൊന്നുമല്ല താഴേക്ക് കിനിഞ്ഞിറങ്ങുന്നത്. അതിൽ വിള്ളലുണ്ട്. എന്തുകൊണ്ടാണ് ഈ വിള്ളൽ വന്നത് എന്നത് സർക്കാരിനോടല്ലാതെ ആരോട് ചോദിക്കും? ഈ നാട്ടിലെ ജനങ്ങൾ നന്ന 770 കോടി രൂപ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിലുണ്ട്. 160 കോടിയെ നിങ്ങൾ ഇപ്പോൾ അതിൽ നിന്ന് ചെലവഴിച്ചിട്ടുള്ളൂ. 100 കോടി സംസ്ഥാന പിന്നെന്താണ് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ആകെ നിങ്ങൾ അവിടെ ചെലവാക്കിയിട്ട് 300-400 കോടി രൂപ മാത്രമാണ്. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. മനുഷ്യന് ലോകത്തിലെ ഏറ്റവും വലുത് സ്നേഹ.
പണം ഇന്ന് വരും, നാളെ പോവും, നാളെ വരും, മറ്റന്നാ പോവും, മറ്റന്നാ വരും. നമ്മളെ പേരെന്താ? മത്തായച്ചെന്ന. പണം ഇന്ന് വരും, നാളെ പോവും, നാളെ വരും, മറ്റന്നാൾ പോവും, നാലാം നാൾ ഒന്നായിട്ടൊരു പോക്കുണ്ട്. മത്തായച്ചെന്തൊരു പൈസ. മൻസൂർ എന്നൊരു വ്യാപാരി അവിടെ ഉണ്ട് വേണു. അദ്ദേഹത്തിന് ആ മുണ്ടക്കൈ അങ്ങാടിയിൽ ഒരു ഗ്ലാസ് ഷോപ്പ് ഉണ്ടായിരുന്നു, ഒരു കേബിൾ നെറ്റ്വർക്കിന്റെ ബിസിനസ് ഉണ്ടായിരുന്നു, ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. മൂന്നും നഷ്ടപ്പെട്ടു. ഞാനിനി എന്താ ചേട്ടാ ചെയ്യേണ്ടത്? ഒന്ന് പറഞ്ഞതാ. ഇപ്പൊ കൂലിപ്പണി എടുത്ത് ജീവിക്കാണ് നമ്മൾ. 178 വീട് ഇതാ കേരളത്തിന്റെ കരുതൽ കാണൂ ലോകമേ എന്ന അഭിമാനത്തോടെ നമ്മൾ വിളിച്ചു പറഞ്ഞു. ആ പുനരധിവാസം നെഞ്ചത്ത് കൈവച്ച് ഇവർ പറയട്ടെ, എന്താ പുനരധിവാസം? ആ ദുരന്തം നഷ്ടപ്പെടുന്ന ആ ദുരന്ത ഭൂമിയിൽ അവർക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതെല്ലാം സ്ഥാപിച്ചു കൊടുക്കാൻ കഴിയലാണ് പുനരധിവാസം. അവിടേക്ക് കേരളം എത്തിയിട്ടുണ്ടോ? ഇയാളെന്നെ കാല് പിടിപ്പിച്ച് അടങ്ങത്തുള്ളൂ. അതിന്റെ 10% വഴി നമ്മൾ നടന്നു തന്നിട്ടുണ്ടോ? ആ കുട്ടികൾ എവിടെയാ പഠിക്കുന്നത്? അന്ന് പറഞ്ഞ വെള്ളാറമല സ്കൂൾ ഇതാ ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു, ഒരു കല്ല് പോലും ഇട്ടിട്ടില്ല. ഈ നാട് നന്നാവണമെങ്കിൽ ആദ്യം ഭരണവർഗം നന്നാവണം. ഈ കോൺഗ്രസിന്റെ കല്ലെവിടെ എന്ന് ചോദിക്കുന്നല്ലോ. ബെയിലി പാലം പട്ടാളം വന്ന് പറഞ്ഞതാണ്, വേണുവിന് ഓർമ്മയുണ്ടാവും. ആ പാലം വന്ന് പട്ടാളം പറഞ്ഞ എന്താ, ഈ പാലം ഞങ്ങൾ പൊളിക്കും. എപ്പോ? പുതിയ പാലം വരുമ്പോ. അവിടെ പുതിയ പാലത്തിന്റെ പണി ആരംഭിച്ചിട്ടുണ്ടോ? ഞാൻ അത്രക്കാരൻ തീർന്നില്ല. അവിടെ താമസിക്കുന്ന അവിടെ ഇപ്പോ മനുഷ്യവാസ യോഗ്യമല്ല അത്. പക്ഷെ അവര് പറയുന്ന ഒരു ആവശ്യമുണ്ട്, എന്താണ്? ഇത് കൃഷിക്ക് യോഗ്യമാക്കിത്താ, ഞങ്ങൾ അവിടെ പോയി കൃഷി ചെയ്ത് ഞങ്ങളുടെ ജീവിതം വീണ്ടും നട്ടു നനച്ച് വളർത്തിയെടുക്കാം. എന്റെ ധാരണ ശരിയാണ്. അതിന്റെ കോൺട്രാക്ട് ഊരാളുങ്കലിലാണ്. 199 അവിടുത്തെ കല്ലും മരങ്ങളും എല്ലാം മാറ്റി ആ പുഴയുടെ ഭാഗമൊക്കെ കെട്ടിയത് വീണ്ടും കൃഷി ചെയ്യാൻ അവർക്ക് പര്യാപ്തമായ രൂപത്തിലാക്കി കൊടുക്കുക. അതും നടന്നിട്ടില്ല. ഇതൊക്കെ എന്തുകൊണ്ടാ പറയുന്നത്? ഞങ്ങളൊക്കെ ഇതിനൊരു മുസ്ലിം ലീഗ് ഇതിനെ ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങളൊരു സ്പിരിറ്റിൽ കണ്ടവരാണ്. ഞങ്ങൾ സോറി മിസ്റ്റർ നോ സോറി, ഞാൻ സമ്മതിക്കില്ല. നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് കുറെ നേരം സംസാരിക്കാൻ. നിങ്ങൾ മെഗാ സീരിയലായിട്ട് ടെലികാസ്റ്റ് ചെയ്തോളൂ. പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ ഈ പദ്ധതിയെ ഓൺ ചെയ്തവരാണ്. ഇവര് പൂർത്തിയാക്കി എന്ന് പറഞ്ഞു. താക്കോൽ കൊടുത്ത ഒരു വീട്, അങ്ങനത്തെ വീടാ, നിർമ്മാണ ഘട്ടത്തിലല്ല. ആ വീട് ചോർന്നാൽ, ആ വീട്ടിൽ വിള്ളൽ ഉണ്ടായാൽ അത് ചോദിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ഇനിയും ചോദിക്കും. അതിന്റെ പേരിൽ വെട്ടിക്കിളി കൂട്ടങ്ങളൊക്കെ പറന്ന് വന്ന് നൗഫൽ എന്ന് പറയുന്ന മനുഷ്യരെ അങ്ങോട്ട് കൊത്തിപ്പറച്ച് കളയാമെന്നാണെങ്കിൽ കയ്യും കെട്ടി നോക്കുമെന്ന് നിൽക്കുമെന്ന് വിചാരിക്കില്ല. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. ഒറ്റവാചകം കൂടി വേണു. പൊളിറ്റിക്കൽ അഫിലിയേഷൻ. നമ്മൾ എന്തായാലും ഈ വിമർശനം പറഞ്ഞവന്റെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ നിങ്ങൾ തേടി പോകുന്നുണ്ടല്ലോ. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ധർമ്മടത്ത് പോയി മുഖ്യമന്ത്രിയെ കൈകൂപ്പി പറഞ്ഞ മനുഷ്യർ. ആ പാവങ്ങളെ കൊണ്ട് നിങ്ങൾ ആ വേഷം കെട്ടിക്കരുതായിരുന്നു. നിങ്ങൾ കെട്ടിച്ചു. ഒരു ബ്രീത്ത് സ്പേസ് ആണോ അവരുടെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ? ഞങ്ങളെന്താ പറയാത്തത്? ഞങ്ങൾക്കത് അറിയാനിട്ടാണോ അവരേത് പാർട്ടി അനുഭാവികളാണെന്ന്? ഞങ്ങളത് പറയാത്തത് അവർ കോൺഗ്രസുകാരോ അവർ കമ്മ്യൂണിസ്റ്റുകാരോ അവർ മുസ്ലിം ലീഗുകാരോ അല്ല. അവർ മനുഷ്യരാണ്, സർവസ്വവും നഷ്ടപ്പെട്ടവരാണ്. ആ കരുതലാണ് നിങ്ങളുടെ ഖജനാവിലേക്ക് ഒഴുകിയെത്തിയ പണം. എന്റെ കൺമുമ്പിൽ ആ പണത്തിന്റെ കണക്ക് നിങ്ങൾ പറയുന്ന ചെയ്യും. അത് ചോദിക്കുമ്പോ ലീഗിന്റെ വെക്കിട്ട് കയറാൻ വെറുതെ അരുൺകുമാർ പറഞ്ഞ വെറുതെ വഴിയെ പോണ നായെ വിളിച്ചു വരുത്തി ഒന്ന് നക്കിയിട്ട് പോയെന്ന് പറഞ്ഞ പോലെ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.